Hello. Assalamu alaikum. It's me Shamzeen. Hope you all are doing good. ഇന്ന് ഞാനൊരു കട്ട്ലറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വേറൊന്നുമല്ല, നൂഡിൽസ് വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കണ്ട, വീഡിയോയിലേക്ക് പോവാം. ആദ്യം ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നൂഡിൽസ് വേവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നൂഡിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. നൂഡിൽസ് ഉണ്ടാക്കാൻ അറിയാത്ത ആരും തന്നെ ഉണ്ടാവും തോന്നുന്നില്ല. അപ്പോൾ അതുണ്ടാക്കാൻ ഞാൻ നിങ്ങളെ പഠിപ്പിക്കണില്ല. അപ്പോൾ ഇതൊരു 2 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് അതിൻ്റെ മസാല മിക്സ് ഇപ്പം ആഡ് ചെയ്യേണ്ടതില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അരിച്ചിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് പൊട്ടാറ്റോ ആണ്. ഞാനിവിടെ വേവിച്ച് ഉടച്ചെടുത്തിട്ടുള്ള പൊട്ടാറ്റോ ആണത്. അപ്പോൾ ഒരു 2 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് മല്ലിയില വേണം, ഒരു 2 ടേബിൾ സ്പൂൺ മതിയാകും. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തത് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഞാനിവിടെ 1/2 ടീസ്പൂൺ ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളുടെ നേരത്തെ നമ്മൾ ആഡ് ചെയ്യാതെ മാറ്റി വെച്ചിട്ടുള്ള നൂഡിൽസിൻ്റെ മസാല അത് ഈ സമയം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് കോൺഫ്ലവർ ആണ്, അതൊരു 1/4 കപ്പ് മതിയാകും. ഇതുകൂടി ചേർത്ത് കൊടുത്താൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ മിക്സ് ചെയ്യാൻ പറയുന്നു. മിക്സ് ചെയ്യാനായിട്ടില്ല. ഒരു ബ്രെഡ് എടുത്തിട്ട് അത് ഇതിലേക്ക് പിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ബ്രൗൺ പാർട്ട് മാറ്റണമെങ്കിൽ മാറ്റാം, ഞാനിവിടെ മാറ്റിയിട്ടൊന്നുമില്ല. ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണല്ലോ അല്ലേ. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. മിക്സ് ചെയ്താൽ മാത്രം പോരാ, ഒരു കുഴച്ചങ്ങ് എടുക്കണം കേട്ടോ. ഈ ഒരു പരുവത്തിലാണേ. ഇനി ഇത് നമുക്കൊന്ന് പരത്തി ഒന്ന് ഷേപ്പ് ചെയ്തിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിലും കൂടി കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡാക്കി കൊടുക്കാം. ഇനി ഇത് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. റോൾ ചെയ്ത ശേഷം കൈയും കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഓവറായിട്ട് പ്രസ് ചെയ്യേണ്ടതില്ല, നല്ല തിന്നാവേണ്ട എന്നാൽ നല്ല കട്ടിയാവേണ്ട കേട്ടോ. ഇനി ഇത് നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ കട്ട്ലറ്റിൻ്റെ പകുതി പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു ഡിപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മൈദയും 1/4 കപ്പ് മൈദയും 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. നല്ല ലൂസും വേണ്ട എന്നാൽ നല്ല കട്ടിയും വേണ്ട, ആ ഒരു ടൈപ്പിലായിക്കോട്ടെ കേട്ടോ. ഇതാ ഏകദേശം ഇതുപോലെ കിട്ടണം കേട്ടോ. അങ്ങനെ അത് സെറ്റായി. ഇനി വേണ്ടത് നമുക്ക് ബ്രെഡ് ക്രംസ് ആണ്. കട്ട്ലറ്റിന് ബ്രെഡ് ക്രംസ് ഇല്ലാണ്ട് എങ്ങനെ സെറ്റാവുക? അപ്പോൾ നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കൂടി സെറ്റാക്കി എടുക്കാം. ഇനി എല്ലായ്പ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഒരെണ്ണം എടുക്കുക. നമ്മളുടെ ആ ഒരു മൈദയുടെ മിക്സ് ഉണ്ടല്ലോ, അതിലേക്കൊന്ന് ഡിപ്പ് ചെയ്തിട്ടെടുക്കാം. ശേഷം ആ ബ്രെഡ് ക്രംസും കൂടി ഒന്ന് കോട്ട് ചെയ്തിട്ടെടുത്ത സംഭവം സെറ്റ്. എപ്പോഴും പറയുന്ന പോലെ ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ചെയ്തിട്ടെടുക്കാം. അടുത്ത പരിപാടി ഫ്രൈ ചെയ്തിട്ടെടുക്കലാണേ. അപ്പോൾ നമ്മൾ മീഡിയം ഹീറ്റായിട്ടുള്ള ചട്ടിയിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 3 എണ്ണം ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡീപ്പ് ഫ്രൈ അതിനെക്കൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. വല്ലാണ്ട് കരിയണ്ട കേട്ടോ. നമ്മൾ ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് കോരി മാറ്റാം. അപ്പോൾ കുറേ നേരം ഇട്ട് വെക്കണ്ട, തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. മാഷാ അല്ലാഹ്, നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടൊമാറ്റോ സോസിൻ്റെ ഒക്കെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് കൂടി ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നൂഡിൽസ് കൊണ്ടിട്ടുള്ള ഈ ഒരു കട്ട്ലറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായും ഇത് ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ടൈം വരുന്നത് വരേക്കും ടാറ്റാ ബൈ.